അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ ഇസ്ലാം ദീനപരമായ ഏതെങ്കിലും ഒരു വിഷയത്തെ ഒരു ചാനലിന് മുമ്പിൽ ഒരു യൂട്യൂബറായി എന്നതിൻ്റെ പേരിൽ ഒരു സന്ദർശനം, ഒരു അഭിമുഖ്യം നടത്തുമ്പോൾ ചോദിക്കുമ്പോൾ എന്തും അങ്ങ് പറയുന്ന ഒരുപാട് യൂട്യൂബർമാരെ കാണാൻ സാധിക്കും. ഈ അടുത്ത് ഒരു പെൺകുട്ടി യൂട്യൂബൊക്കെ നടത്തുന്ന ഒരു പെൺകുട്ടിയാണ്. പണം സംബന്ധമായ, പൈസ സംബന്ധമായ വിഷയങ്ങളിൽ ഇങ്ങനെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ പെൺകുട്ടി പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: ഒരു മയ്യത്ത് മറമാടണമെങ്കിൽ 6000 രൂപ കൊടുത്താൽ മാത്രമാണ് മറമാടുക. അതിൻ്റെ ഖബർ കുഴിച്ചതിൻ്റെയും മറ്റും ചിലവുകളെക്കുറിച്ചൊക്കെ ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആർക്കും തോന്നി പോകുന്നത്, വിശുദ്ധമായ ദീനിൽ 6000 രൂപ കൊടുത്താൽ മാത്രമാണ് ഒരു മയ്യത്തിനെ മറമാടുകയുള്ളൂ, അല്ലാത്ത ഒരു മയ്യത്തിനെ മറമാടുകയില്ല. അത്രയും കർശനമായ നിയമമായിരിക്കും പരിശുദ്ധമായ ദീനിൽ നിന്ന്. പലരും ഇത് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിച്ചു പോകും. ഒരിക്കലും അങ്ങനല്ല. പണം ആവശ്യമാണ്. എന്നാൽ ഈ മറമാടുക, കഫൻ ചെയ്യുക, ദഫൻ ചെയ്യുക പരിശുദ്ധമായ ദീനുള്ളത് നിർബന്ധമാണ്. ഫർദ് രണ്ട് രീതിയിലുണ്ട്: ഫർദ് കിഫായും ഫർദ് ഐനി എന്ന്. ഫർദ് കിഫ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൻ്റെ പേര് നിർബന്ധമാണ്. ഒരാൾ മരിച്ചു എന്ന് അറിഞ്ഞാൽ ആ മയ്യത്തിന് മറമാടലും അതുപോലെ കഫനും ദഫനും കുളിയും നിസ്കാരവും എല്ലാം ആ നാട്ടുകാരുടെ ബാധ്യതയാണ്. അവിടെ മേലത് ഫർദാണ്. അവിടെ പണം കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ ആ കാര്യം അവർ ചെയ്തിരിക്കണം. ഒരാളും അത് ചെയ്തില്ല എങ്കിൽ ആ നാട്ടുകാർ മൊത്തം കുറ്റക്കാരാണ് എന്നാണ് പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നത്. ഒരിക്കൽ പണം നൽകിയാൽ മാത്രമല്ല, ഈ ഒരു കാര്യം നാം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ആ സമൂഹത്തിൽ, ആ നാട്ടിലുള്ള ആളുകൾ ഇത് ചെയ്തിരിക്കണം. എവിടെയെങ്കിലും പണം ഇല്ല എന്ന കാരണം കൊണ്ട് ഒരു മയ്യത്തും മറമാടാതെ ഇതുവരേക്ക് വെച്ചതായി എവിടെയും കാണാൻ സാധ്യമല്ല. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കപ്പെട്ടെന്ന് പറയുമ്പോൾ പല യൂട്യൂബറുകൾ പല ചോദ്യങ്ങൾ എന്തെങ്കിലും അവരുടെ വീഡിയോ വൈറലായതിൻ്റെ പേരിലോ, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് വ്യൂവേഴ്സ് വരെ കൂടുതലുണ്ട് എന്നതിൻ്റെ പേരിലോ, അല്ല അവരെ അംഗീകരിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് എന്നതിൻ്റെ പേരിലോ അവരെ എന്തെങ്കിലും സന്ദർശനം നടത്തുമ്പോൾ കൂടുതൽ പരിശുദ്ധമായ ദീനുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പാപം അവർക്കറിയില്ല. അവർ യൂട്യൂബിൽ വന്നപ്പോൾ പോലും അവർക്കറിയില്ല ഇത്രയ്ക്കും നാം വൈറലായി വലിയ ഒരു ഇതിലെത്തുമെന്നറിയില്ല. ഏതോ ഒരു ചില വീഡിയോസുകൾ വൈറലായി അവർ വലിയ ഒരു അറിയപ്പെട്ട ആളുകളായി മാറുന്നു. അവർ തന്നെ അത്ഭുതപ്പെട്ടു പോവുകയാണ്, ഇതൊക്കെ വൈറലാകുമെന്ന് അറിയാതെ അവർ തന്നെ. പിന്നിങ്ങനെ വൈറലായി കാണുമ്പോൾ അവരെ പലരും സന്ദർശിച്ചുകൊണ്ട് പല ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ അവർക്ക് എന്ത് തോന്നുന്നു അത് പറയും. അത് പറയുമ്പോൾ പൊതുസമൂഹം ഇത് കേൾക്കുമ്പോൾ, സോഷ്യൽ മീഡിയയിലാകുമ്പോൾ ഒരുപാട് ആളുകൾ ഇതൊക്കെ കാണുന്നുണ്ട്. അവർക്ക് ദീനിനെ കുറിച്ച് വളരെ മോശമായി കാണാൻ സാധ്യതയുണ്ട്. ദീനിൽ അങ്ങനെയല്ല. ഒരുപാട് നമ്മുടെ നാടുകളിലൊക്കെ അറിയാം. നമ്മുടെ നാട്ടിലുള്ള പല പള്ളികളിലൊക്കെ നമുക്കറിയാം. എത്ര പള്ളികളുണ്ട്. ആ പള്ളികളിൽ സൗജന്യമായി മറമാടലുണ്ട്. സൗജന്യമായി അവരുടെ 3ൻ്റെയും 4ൻ്റെയും ഇങ്ങനെ ഒരുപാട് ദ്വാകളൊക്കെ ഉണ്ട്. 3ൻ്റെ ദ്വാ എന്ന് പറഞ്ഞിട്ടൊക്കെ അതൊക്കെ സ്വന്തം പള്ളിയിൽ നടത്തുന്ന പല ജമാഅത്തുകളുണ്ട്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവരുണ്ട്. ഭർത്താവ് മരണപ്പെട്ടു പോയി അവർ ജീവിതം പിന്നെ വലിയ പ്രയാസത്തിനാണെങ്കിൽ അവരുടെ ജീവിതം ഏറ്റെടുക്കുന്ന ജമാഅത്തുകാരുണ്ട്. മാസം തോറും അവർക്ക് വേണ്ടിയുള്ള സഹകരണങ്ങൾ കൊടുക്കുന്ന ജമാഅത്തുകളുണ്ട്. പല മുസ്ലിം സംഘടനകളൊക്കെ അതിനുവേണ്ടി അവരുടെ സമ്പത്ത് ചെലവഴിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ അവരവരുടെ നാടുകളിലൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇസ്ലാമിന് പണം കൊടുത്താൽ മാത്രം മയ്യത്ത് മറമാടുക എന്നുള്ളത് ഇസ്ലാമിലില്ല. അതിന് 6000 രൂപ നിർബന്ധമായി കൊടുക്കണമെന്ന് ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ ഇത് നിർബന്ധമാണ്. ആ നാട്ടിൽ സമൂഹം അത് ചെയ്തിരിക്കണം, അവരുടെ ബാധ്യതയാണ്. ഒരാളും ഇത് ചെയ്തില്ല എങ്കിൽ ഒരു മയ്യത്ത് അങ്ങനെ ഒരു മറമാടാതെ ബാക്കിയായത് ചരിത്രത്തിലില്ല. അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ ആ നാട്ടുകാർ മൊത്തം അത് വലിയ കുറ്റക്കാരായിരിക്കും, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും എന്നുള്ള ബോധമുള്ളവരാണ് നമ്മുടെ നാട്ടുകാരും മുസ്ലിമീങ്ങളൊക്കെ. അതുകൊണ്ട് അറിയാത്ത വിഷയങ്ങളെക്കുറിച്ചൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും പറയരുത്. പറയുമ്പോഴേക്കും ആളുകൾ വിചാരിക്കും, ഓ ഇതാണോ ഇസ്ലാം, അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നത് കേൾക്കുമ്പോഴേക്ക്. ഇന്നലെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു, ഒരു ഡോക്ടർ നുണക്കഥ ഉണ്ടാക്കിയതിൻ്റെ കാരണത്തിൽ എന്തൊക്കെയാണ് ആക്ഷേപങ്ങൾ കമൻറ്റിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത്. അല്ലാഹു സുബ്ഹാനഹു തആല മരണപ്പെടുക എന്ന് പറഞ്ഞാൽ, മരിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അള്ളാഹു നമുക്ക് നൽകുന്ന മരണത്തോടു കൂടി നമ്മുടെ എല്ലാം അസ്തമിക്കുന്നതല്ല. മരിച്ചാൽ ഒരു ജീവിതം തുടങ്ങുകയാണ്. മരണത്തിൻ്റെ ശേഷവും ഒരു ജീവിതമുണ്ട് എന്ന് ഒക്കെ കരുതിയവരാണ് മുസ്ലിമീങ്ങൾ. അതുകൊണ്ട് മരണത്തിൻ്റെ വേളയിലൊക്കെ പണത്തിനെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ വിഷയത്തിൽ ചർച്ച ചെയ്തുകൊണ്ട്
മയ്യത്ത് മരമാടാതെ എവിടെയും ഒരു മയ്യത്ത് വെച്ചതായിട്ടില്ല. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പരാമർശിക്കപ്പെടുന്ന സമയത്തൊക്കെ മുസ്ലിമുകളല്ലാത്ത പല ആളുകളും ഇത് കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. എന്താണ് ദീനിൻ്റെ ഒരു കാര്യം, ഇസ്ലാം മതം പറയുന്ന ഓരോ കാര്യങ്ങൾ വല്ലാത്ത ഭീകരമാണല്ലോ എന്ന് തോന്നിപ്പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.